പ്രിയ വിദ്യാർത്ഥികളെ, +2 പൊളിറ്റിക്കൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, അതിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികളാണ്. 1 രാഷ്ട്രനിർമ്മാണം, 2 ജനാധിപത്യ സ്ഥാപനം, 3 സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം. അതിൽ ഒന്നാമത്തെ ചലഞ്ചാണ് രാഷ്ട്രനിർമ്മാണം അഥവാ ടു ഷേപ്പ് ദ നേഷൻ. ഈ ചലഞ്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. രാഷ്ട്രനിർമ്മാണം എന്ന ചലഞ്ച് നേരിടുന്നപ്പോൾ അതിൽ തന്നെ വീണ്ടും 3 പ്രതിസന്ധികളുണ്ടായി. അതാണ് വിഭജനം. രാഷ്ട്രനിർമ്മാണം ഒറ്റ രാഷ്ട്രമാക്കി മാറ്റാൻ നോക്കിയപ്പോൾ ഉണ്ടായ ഒന്നാമത്തെ വിഷയമാണ് വിഭജനമുണ്ടായി. ഇന്ത്യയെ വിഭജിക്കേണ്ട സ്ഥിതി ഉണ്ടായി. അതുമാത്രം പോരാ, ഇന്ത്യയിൽ അനേകം നാട്ടുരാജ്യങ്ങളുണ്ട്. ഇവയെല്ലാം ഏകോപിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യ എന്ന ഏകീകൃത രൂപത്തിലേക്ക് വരാൻ പറ്റൂ. അതാണ് രാഷ്ട്രനിർമ്മാണം നേരിട്ട രണ്ടാമത്തെ പ്രശ്നം. അപ്പോഴാണ് മൂന്നാമത്തെ ഒരു വിഷയം വന്നു. സംസ്ഥാനങ്ങളെ വീണ്ടും പുനർവിഭജിക്കണമെന്ന ആവശ്യമുണ്ടായി. ഈ 3 വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യ എന്ന രൂപത്തിലേക്ക് ഇന്ത്യ ഉണ്ടായത്. അതാണ് രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ വിഭജനമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ടീഷൻ. 1947 ഇന്ത്യ ഉണ്ടാവുന്നത് ഇന്ത്യ എന്ന ഏക രാജ്യമായിട്ടല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ഇന്ത്യയോടൊപ്പം പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യം കൂടി സ്വതന്ത്രമായി. ദിസ് പാർട്ടീഷൻ പ്രോസസ് വാസ് നോട്ട് ഓൺലി എ പെയിൻഫുൾ ബട്ട് ഓൾസോ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻ്റ് ആൻഡ് ഡിസൈഡ്. ഇത് തീരുമാനമെടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. വേദനാജനകമാണെന്ന് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച റിലീജിയസ് മജോറിറ്റീസ് എന്ന പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചത്. മതഭൂരിപക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനാക്കുക എന്നതായിരുന്നു അവരുടെ ആവശ്യം. കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതെന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഈ മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ നിർബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പാക് വിഭജനത്തിലേക്ക് എത്തിയത്. അതിനൊരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. 1905 ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ബംഗാൾ വിഭജനം മുതൽ ഇതിൻ്റെ കാരണങ്ങളുണ്ട്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ് ഇന്ത്യ പാക് വിഭജനത്തിലേക്ക് എത്തിയത്. അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങളും ഹിന്ദുക്കളും വ്യത്യസ്ത ജനവിഭാഗങ്ങളാണെന്നും അവരുടെ ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാഹിത്യവും എല്ലാം വ്യത്യസ്തമാണെന്നും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും ഒരു സിദ്ധാന്തം അദ്ദേഹം കൊണ്ടുവന്നു. ആ സിദ്ധാന്തത്തെ വിളിക്കുന്ന പേരാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം അഥവാ 2 നേഷൻ തിയറി. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഇന്ത്യയെ വിഭജിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. വിഭജനം അത്ര എളുപ്പമായിരുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ 4 പ്രശ്നങ്ങളാണ് നേരിട്ടത്. അതാണ് നമുക്ക് കാണാനുള്ളത്. 1, there was no single belt of Muslim majority area in British India. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നുള്ള പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. ഇവിടെ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയാസ് ആണ്. എല്ലാവരും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി മുസ്ലിംസ് ഉണ്ട്. പക്ഷേ കോൺസെൻട്രേഷൻ ഉള്ളത് 2 പ്രദേശങ്ങളിലാണ്, ഒരു പ്രദേശത്തായിട്ട് അല്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വിഷയം എന്താണ്? നോട്ട് ഓൾ മുസ്ലിം മജോറിറ്റി ഏരിയാസ് വാണ്ടഡ് ടു ബി ദ പാകിസ്ഥാൻ. എല്ലാ മുസ്ലിം മജോറിറ്റി ഏരിയകളും പാകിസ്ഥാനാകാൻ ആഗ്രഹിക്കുന്നില്ല. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞ പ്രൊവിൻസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിൻ്റെ നേതാവ്. അദ്ദേഹം ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. മുസ്ലിം മജോറിറ്റി ഏരിയയാണ്. പാകിസ്ഥാനിൽ ചേരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ ഇല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം പരിഗണിക്കാതെ ആ പ്രദേശം പാകിസ്ഥാനിൽ ലയിപ്പിക്കേണ്ടി വന്നു. ഈ NWPFP എന്ന് പറയുന്നതാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ വിഷയം എന്താണ്? 2 of Muslim majority provinces
ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള രണ്ട് മുസ്ലിം മജോറിറ്റി പ്രൊവിൻസുകളാണ് ബംഗാളും പഞ്ചാബും. പക്ഷേ അവിടെയും അമുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം പ്രദേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെയും ബംഗാളിനെയും രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഞ്ചാബിനെ രണ്ടായി വിഭജിച്ചു. ഒരു പ്രദേശം പാകിസ്ഥാനും ഒരു പ്രദേശം ഇന്ത്യയിലും. പക്ഷേ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ പഞ്ചാബിൽ അമുസ്ലിമുകൾ അനേകം പേരുണ്ട്. ഇന്ത്യയിലും അനേകം മുസ്ലിമുകളുണ്ട്, പാകിസ്ഥാനിൽ അമുസ്ലിമുകളുമുണ്ട്. ബംഗാളിലേക്ക് നോക്കിയാൽ ബംഗാളിനെയും രണ്ടായി വിഭജിച്ചു. അവിടെയും ഒരു ഭാഗം പാകിസ്ഥാൻ ആക്കി, മറുഭാഗം ഇന്ത്യയിൽ നിലനിർത്തി. പാകിസ്ഥാനിൽ ആയിപ്പോയ ബംഗാൾ പ്രദേശത്ത് അമുസ്ലിമുകളുണ്ട്, ഇന്ത്യൻ പ്രദേശത്ത് മുസ്ലിമുകളും ധാരാളമുണ്ട്. അപ്പോൾ മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിൽ പോകണം എന്ന നിലപാട് ആർക്കില്ല, ഇന്ത്യക്കില്ല. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല, വൈകാരികമായി പ്രശ്നത്തെ കണ്ടു. അതാണ് നാലാമത്തെ പ്രശ്നം. ദ മോസ്റ്റ് ഇൻട്രാക്റ്റബിൾ ഓൾ ദി പ്രോബ്ലംസ് ഓഫ് പാർട്ടീഷൻ വാസ് ദ മൈനോറിറ്റീസ് ഓഫ് ബോത്ത് സൈഡ്. രണ്ട് പ്രദേശത്തുമായി പോയ മൈനോറിറ്റികളുടെ ആ സാഹചര്യമാണ് വളരെ ഭയാനകം. അപ്പോൾ പാകിസ്ഥാനിലാകെ പോയ അമുസ്ലിമുകളും ഇന്ത്യയിൽ പെട്ടുപോയ മുസ്ലിമുകളും വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. ഈ ലോകം പ്രതീക്ഷിക്കാത്ത, ഇന്ത്യ ഒരിക്കലും കരുതാത്ത വലിയ കലാപത്തിലേക്ക് ഇത് നീങ്ങി. ഈ സംഘർഷമാണ് ഇതിനെ ഏറ്റവും വലിയ പ്രശ്നമാക്കി മാറ്റിയത്. അപ്പം പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് രൂപീകൃതമാകൂ എന്നതാണ് ഇതിലുണ്ടായ പ്രശ്നം. അങ്ങനെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി വെസ്റ്റേൺ പാകിസ്ഥാൻ എന്നും ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നും രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകൃതമായത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ കോൺസിക്വൻസസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇന്ത്യ പാക് വിഭജനമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആദ്യം കാണാം. അത് കാണുക. അതിൽ നിങ്ങൾ കാണുന്ന കോൺസിക്വൻസസ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം അതിനെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാണാം. Throughout August and September, the columns of refugees grew and grew, from hundreds of thousands to millions. Will you imagine 2 million people on one road? And of course they often try to stop us and to ask for help, and sometimes, if depending what we were doing, we'd stop and say, what's the matter, what do you want? And then they'd say, we know we've no food, and say, well, I'm sorry, I can't do anything for you, because that wasn't our job. We just didn't have any food to give them. First they used to start throwing their baggage which they were carrying, everybody, whatever little they had to carry. And after 3-4 days, they used to gradually drop, and then they were left with just the clothes shattered, tattered. And lastly, the mothers leaving their small babies. That was our biggest problem. And there were these crawling babies, and on the side of the road with these thousands and thousands of people just moving. It was a terrible sight, terrible sight. Tens of thousands of people boarded special refugee trains that made their way between India and Pakistan. They were easy prey for the armed gangs that roamed the countryside. It was John Moore's job to escort a trainload of Muslim refugees to Pakistan. It wasn't a train, it was just a lot of coal wagons, steel coal wagons, and this of course is August, which is pretty hot. And we loaded up these wretched refugees. It was very distressing, and the journey from Ambala to Amritsar by train normally, you could do it in about, I suppose, 4 or 5 hours, and in this case it took 4 days. No water
very little water on the way. We had our own supplies of water for the 3 platoons, but we had a job to do, and we couldn't help them. 3 days into their journey, they reached the Sikh stronghold of Amritsar. Just 14 miles from the border, they were forced to stop to pick up water. The station had been taken over by hundreds of armed Sikhs. Amritsar station was crawling with, it was packed, it was like sardines. Right across, not just the platforms, but across the tracks. They all had weapons of some sort or another. Some were old blunderbusses, some were fairly modern rifles, spears, swords. They were shoulder to shoulder crowds and pushing and shouting and screaming, and you realized that you were just going into a hell, and if you didn't look tough, you were for trouble, because they would then have gone for us before the refugees. And I said the thing to do is to get the grenades out, let them see. A lot of them are ex-soldiers, these people here, the weapons they were carrying. Let them see you priming grenades, prime the grenades, and that they'll know you mean business then. And doing that, the crowd sort of melted back and away and left us clear. And I suppose we must have been in the station for about 4 hours, something like that. And just as dawn was breaking, we managed to pull away the engine to do the last 14 miles. There had been very little planning for the movement of refugees or their protection. Most British troops had already been sent home, whilst Indian and Pakistani forces were in total disarray. They were totally inadequate forces. And the reason was very simple, because the Indian army was being split. At the same time, don't forget that the troops were also concerned about their families, because wherever they came from, the trouble was going on in their homes also. So they were very much concerned. And most of them were on leave, or they were on the process of joining their new unit, or they had already joined. So very few bodies on the ground, really speaking, available to us to deal with the job. Most trains had no military escorts with inevitable consequences. John Moores was called to Ambala station to meet a train that had been attacked. This was a train load of, 500, 600, 700 people, most of whom had been killed, slaughtered, mainly elderly people, young children, young women, and they had been attacked and slaughtered, shot. I can remember seeing a young woman with she was still alive, her head open, cut open, and you could see her brains, and knew there was nothing that we could do. We hadn't got any surgical facilities or anything like that. But it was a horrendous thing. And I still think about it very much. Art student Satish Gujral helped organize the transportation of refugees. In Amritsar, he saw the hatred partition had brought. The Muslim girls' school nearby had been raided, and all these girls had been brought out, stripped, then taken in procession to this location, where they were being systematically raped. I have recalled in my life story that when watching it, I looked at the face of those others who were attending it in search of compassion. I found none.
In the coming months, around 15 million people made the journey from one side to the other. At least 1 million were dead. Thousands more lay abandoned in makeshift refugee camps, stuck on the wrong side of the border. The Viceroy now led the relief effort. My mother was forever visiting the Punjab. She visited in 5 months. She did 70 major tours of the Punjab into the camps and trying to organize the camps, organize the hospitals, get guards on the hospitals. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് ഏകദേശം കണ്ടു. ഇന്ത്യ പാക് വിഭജനം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ കണ്ടു. അത് നമുക്കൊന്ന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് കാണാം. ഒന്നാമത്തേത്, ദ ലാർജസ്റ്റ് അൺപ്ലാൻഡ് ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ എവർ ഇൻ ദ മാൻകൈൻഡ്. മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്രയും വിപുലവും ആകസ്മികവും ദുരന്തപൂർണവുമായ ഒരു മനുഷ്യ കൈമാറ്റമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് പലായനം ചെയ്യേണ്ടി വന്നത്. അനേക ലക്ഷങ്ങളാണ് മരണമടഞ്ഞത്. രണ്ടാമത്തെ എന്താണ്? ലാർജ് സ്കെയിൽ കില്ലിംഗ് ആൻഡ് അട്രോസിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ബോർഡർ. രാജ്യത്തിൻ്റെ ഇരു പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗീയമായ കൂട്ടക്കൊലകൾ അരങ്ങേറി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാനിൽ ഹിന്ദുക്കളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. 3, ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ പീപ്പിൾ ബിഗാൻ ടു അറ്റാക്ക് ആൻഡ് ബ്രൂട്ടലി കിൽഡ്. മതം ഏതാണെന്ന് മാത്രം നോക്കി, മറ്റൊരു വിദ്വേഷത്തിൻ്റെയും പേരിലല്ല, മതം ഏതാണെന്ന് മാത്രം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതി ഇന്ത്യയുടെ ഇരു പ്രദേശങ്ങളിലും ഉണ്ടായി. The communal riots took place in the cities like Lahore, Amritsar and Kolkata. Lahore, Amritsar, Kolkata തുടങ്ങിയ നഗരങ്ങൾ കമ്മ്യൂണൽ സോണുകളായിട്ട് മാറി. ഒരു പ്രദേശത്തും ഭൂരിപക്ഷമുള്ള മതവിഭാഗത്തിന് മാത്രമേ അവിടെ താമസിക്കാൻ പറ്റൂ, അവിടെ ജീവിക്കാൻ പറ്റൂ എന്ന സ്ഥിതിയുണ്ടായി. മറ്റുള്ളവർ പലായനം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ പലായനം ചെയ്യുന്ന ജനങ്ങൾ ദേ ട്രാവൽ ഓൺ ദി അതർ സൈഡ്സ് ഓഫ് ദി ബോർഡർ ഈവൻ ബൈ ഫുഡ്. അവർ നടന്നും ട്രെയിനിലും എങ്ങനെയൊക്കെയാണോ എത്തിപ്പെടാവുന്നത് ആ രീതിയിലൊക്കെ അടുത്ത പ്രദേശത്തേക്ക്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്യുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ജീവന് വേണ്ടിയിട്ട് പലായനം ചെയ്യുന്ന ജനങ്ങൾ വഴിയിൽ ഇതിനിടയിൽ ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ഉണ്ടായി. ഈ യാത്രക്കിടയിൽ പോലും ഇവർ ആക്രമിക്കപ്പെട്ടു. ഏറ്റവും വിഷമം അനുഭവിച്ചത് സ്ത്രീകളും കുട്ടികളുമാണ്. വിഭജനത്തിൻ്റെ ഏറ്റവും ദുരന്തം പേറിയ വിഭാഗം ഇവരാണ്. കാരണം അനേകം സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു, അനേകം കുട്ടികൾ അനാഥമാക്കപ്പെട്ടു. വുമൻ വെയർ ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് ദ റിലീജിയൻ ഓഫ് ദി അബ്ഡിക്കേഴ്സ്. തട്ടിക്കൊണ്ടുപോയപ്പെട്ട ആൾക്കാരെ മാരേജ് ചെയ്യാനും കല്യാണം കഴിക്കാനും അവരുടെ മതം സ്വീകരിക്കാനും ഇവർ നിർബന്ധിതരായി. മതം മാറേണ്ട സ്ഥിതിയിലേക്ക് പോലും ജീവൻ നിലനിർത്താൻ വേണ്ടി സ്ത്രീകൾ തയ്യാറാവേണ്ടി വന്നു. ദ പീപ്പിൾ വെയർ ഫോഴ്സ്ഡ് ടു റൺ അവേ ഫ്രം ദ നേറ്റീവ് പ്ലേസസ് ആൻഡ് ദേ ഷെൽട്ടേഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. സ്വന്തം ജനിച്ചു വളർന്ന പ്രദേശത്തു നിന്നും സ്വാതന്ത്ര്യം കിട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തമായി നമ്മൾ ജനിച്ചു വളർന്ന ഭൂപ്രദേശത്തു നിന്നും നമ്മൾ പലായനം ചെയ്യപ്പെടുകയും നമ്മൾ ഏതോ പ്രദേശത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അകപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. വളരെ ദാരുണമായി. ഫാമിലി മെമ്പേഴ്സ് ദംസെൽസ് കിൽ ദ വുമൺ ടു പ്രൊട്ടക്ട് ദ ഫാമിലി ഹോണർ. നമ്മുടെ മക്കളെ മറ്റുള്ളവർ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതും അവരെ മാനഹാനി വരുത്തുന്നതും കാണാനുള്ള സങ്കടം കാരണം കുടുംബാംഗങ്ങൾ തന്നെ അവരെ വധിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. മറ്റൊന്ന്, മെനി ചിൽഡ്രൻ വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ പേരൻസ്. അനേകം കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും വേർപിരിയേണ്ടതായിട്ട് വന്നു. അനേകം സ്ക്രോളിംഗ് ബേബീസ് ഓൺ ദി റോഡ് സൈഡ് എന്നാണ് പറയുന്നത്. ഈ പലായനം ചെയ്യുന്ന റോഡിൻ്റെ ഇരുപുറകും 10,000-കണക്കിന് മുട്ടിലിഴയുന്ന കുട്ടികളെ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. എബൌട്ട് 8-നും 10-നും ഇടയിൽ ജനങ്ങൾ കൊല്ലപ്പെട്ടു. 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാരാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടത്.
100 മില്യൺ ആൾക്കാരാണ് പലായനം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ദുരന്തം വളരെ ദാരുണമായിരുന്നു എന്നതാണ് ഏറ്റവും വലുത്. ഈ വിഭജനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിഭജനമോ രാജ്യത്തിൻ്റെ വിഭജനമോ മാത്രമായിരുന്നില്ല, മറിച്ച് എല്ലാ ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും വിഭജിക്കപ്പെട്ടു. പോയറ്റ്സ്, ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇതിൻ്റെ ദാരുണ ചിത്രങ്ങൾ സിനിമകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവർ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളും വിഭജിക്കപ്പെട്ടു. മേശയും കസേരയും ടൈപ്പ്റൈറ്ററും പേപ്പർ ക്ലിപ്സ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും എല്ലാം വിഭജിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഇന്ത്യ പാക് വിഭജനം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മറക്കാനാവാത്ത ഒരു കലാപത്തിനും ഒരു വലിയ അക്രമങ്ങൾക്കും കാരണമായ ഒരു ഇൻസിഡൻ്റാണ്. അപ്പം ഇന്ത്യ പാക് വിഭജനമുണ്ടാക്കിയ കോൺസിക്വൻസസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. റിപ്പീറ്റഡായിട്ട് വീഡിയോ കാണുക. താങ്ക് യു.